പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എഴുത്താണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കാത്തിരുന്ന UPSC എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ചോദ്യ പേപ്പർ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, കട്ട് ഓഫ് എത്രയാണ്? എക്സാം പാടായിരുന്നോ എളുപ്പമായിരുന്നോ എല്ലാവർക്കും? അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കട്ട് ഓഫ് കുറയുമോ കൂടുമോ? തൽക്കാലം നമ്മൾ ഇതിനെക്കുറിച്ച് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നേ ഇല്ല. അതിനു വേണ്ടി ഒരു പ്രത്യേക വീഡിയോ തന്നെ ചെയ്യാം. കാരണം എത്ര പേര് പരീക്ഷ എഴുതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കട്ട് ഓഫിനെ തീരുമാനിക്കുന്നതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റ ഒന്നും നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് UPSC പരീക്ഷയ്ക്കും LPSC പരീക്ഷയ്ക്കും ഒരുമിച്ച് അപേക്ഷിച്ചവരുണ്ട്. അവർ ഇനി ചെയ്യേണ്ടത് UPSC പാടായിരുന്നോ എളുപ്പമായിരുന്നോ ഞാൻ അതിനെക്കുറിച്ചും പറയുന്നില്ല. അവർ ഇനി ചെയ്യേണ്ടത് എന്താണ്? LPSC പരീക്ഷയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അതിനുവേണ്ടി നമ്മുടെ മുന്നിൽ ഒരു റെഫറൻസ് ആയിട്ട് ഇപ്പോൾ നടന്ന UPSCയുടെ ചോദ്യ പേപ്പർ ഉണ്ട്. അപ്പൊ ഈ ചോദ്യ പേപ്പർ വിശദമായിട്ടൊന്ന് മനസ്സിലാക്കുക, പഠിക്കുക, സമഗ്രമായിട്ട് സമ്പൂർണമായിട്ട് അതിനെ പഠിച്ച് എടുക്കുക. അപ്പൊ അതിനോടൊപ്പം തന്നെ ബ്രൂണറിന്റെ തിയറി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ജീൻ പിയാഷെ പറഞ്ഞ അതേ ഘട്ടങ്ങൾ, ജീൻ പിയാഷെയുടെ ഇന്ദ്രിയ ജാലക ഘട്ടത്തിന് സമാനമായിട്ട് വരുന്ന ബ്രൂണർ നിർദ്ദേശിക്കപ്പെട്ട ഘട്ടം ഏത് എന്ന് നമ്മോട് സമഗ്രമായിട്ട് സമ്പൂർണമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു പോസ്റ്റ്മോർട്ടം നടത്തി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇത്രമാത്രം സമയം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസ് ആരംഭിക്കുന്നത്, LPSC റിവിഷൻ സീരീസ് ബേസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്താണ്. ഒറ്റ പാർട്ടായിട്ടോ രണ്ട് പാർട്ടായിട്ടോ ഇത് അവസാനിക്കുന്നില്ല. ഒരുപാട് പാർട്ടുകളായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്താൻ പോകുന്നത്. കാരണം നമുക്ക് ഓരോ ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളും സമഗ്രമായിട്ടും സമ്പൂർണമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ LPSCക്ക് നമുക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി എഴുത്താണ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിഖിൽ കൃഷ്ണ VK. നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ ഇന്നലത്തെ എക്സാമിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന UPSC 2024 ചോദ്യത്തിൽ ഒരു ചോദ്യം എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ചോദ്യത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പാർട്ട് 1ന്റെ ആദ്യത്തെ ഡിസ്കഷൻ ആരംഭിക്കാൻ പോകുന്നത്. പിയാഷെയുടെ ചോദ്യം തന്നെയായിരുന്നു. ഈ ചോദ്യം എളുപ്പമുള്ളതാണോ പാടായിരുന്നോ, അത് വായിച്ചിട്ട് പോയവർക്ക് എഴുതാൻ പറ്റുന്നതാണോ, ഇതൊക്കെ ഞാൻ തൽക്കാലം മാറ്റി വയ്ക്കുകയാണ്. ചോദ്യം ഇതായിരുന്നു: സ്വയം കേന്ദ്രീകൃത അവസ്ഥ, അതായത് ഈഗോ സെൻട്രിസിസം എന്ന് ഇംഗ്ലീഷിൽ തന്നിട്ടുണ്ട് എന്നത് പിയാഷെ മുന്നോട്ട് വച്ച ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിന്റെ പ്രത്യേകതയാണ്? പിയാഷെയുടെ വൈജ്ഞാനിക വികാസഘട്ടം എന്ന് പറയുന്ന തിയറിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യമാണ് നമ്മോട് ചോദ്യകർത്താവ് ചോദിച്ചത്. അതിൽ താഴെ തന്നിട്ടുള്ള 4 ഘട്ടത്തിൽ ഏതോ ഒരു ഘട്ടത്തിലാണ് സ്വയം കേന്ദ്രീകൃത അവസ്ഥയെ കുറിച്ച് പിയാഷെ പറഞ്ഞിരിക്കുന്നത്, അതായത് ഈഗോ സെൻട്രിക് അപ്രോച്ചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ A പറയുന്നത് പ്രാക് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജും, B പറയുന്നത് മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജും, C പറയുന്നത് ഔപചാരിക മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജും, അവസാനത്തെ ഓപ്ഷൻ ഇന്ദ്രിയ ചാലക ഘട്ടം അല്ലെങ്കിൽ സെൻസറി മോട്ടോർ സ്റ്റേജുമാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഏതാണ്? പ്രാക് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് കുട്ടികളിൽ നമുക്ക് എന്ത് കാണാൻ കഴിയുന്നത്? സ്വയം കേന്ദ്രീകൃതമായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ ഈഗോ സെൻട്രിസിസം എന്ന് പറയുന്ന അപ്രോച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ചോദ്യം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. കേറ്റിറ്റ് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ജീൻ പിയാഷെയുടെ ഭൗതിക വികാസ ഘട്ടത്തിൽ, അതായത് വൈജ്ഞാനിക വികാസ ഘട്ടം തന്നെയാണ് ഭൗതിക വികാസ ഘട്ടം മറ്റൊരു പേര് കൊടുത്ത് ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത്. അതിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു: ജീൻ പിയാഷെയുടെ ഭൗതിക വികാസ ഘട്ടത്തിൽ പെടാത്തത് ഏത്? ഇന്ദ്രിയ ചാലക ഘട്ടം, ഓപ്ഷൻ B മൂർത്ത ക്രിയാത്മക ഘട്ടം, ഓപ്ഷൻ C പ്രാക് മനോവ്യാപാര ഘട്ടം, ഓപ്ഷൻ D
പ്രവർത്തന ഘട്ടം. ഇതിന് ഉത്തരം എഴുതാൻ അറിയണമെങ്കിൽ 4 ഘട്ടങ്ങൾ ഏതാണ്, ആ 4 ഘട്ടങ്ങളുടെ ഓർഡർ നമ്മളൊന്ന് മനസ്സിലാക്കണം. ആ ഓർഡർ നൽകിയിരിക്കുന്നത് കുട്ടികളുടെ ഏജിന്റെ അടിസ്ഥാനത്തിലാണ് പിയാഷെ ഓർഡർ നൽകിയിരിക്കുന്നത്. ഇതിൽ ആദ്യം നമ്മൾ കാണുന്നത് ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് ഇന്ദ്രിയ ചാലക ഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. അത് ഇംഗ്ലീഷിൽ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്നാണ് ജീൻ പിയാഷെ വിളിച്ചത്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ക്രിയാത്മക ഘട്ടം അല്ലെങ്കിൽ പ്രാക് മനോവ്യാപാര ഘട്ടത്തെയാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നറിയപ്പെടുന്നത്. മൂർത്ത ക്രിയാത്മക ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടമായിട്ട് ജീൻ പിയാഷെ വിശദീകരിച്ചിരിക്കുന്നത്. ഇതിനെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്നറിയപ്പെടുന്നുണ്ട്. ഡി പറയുന്നത് ഔപചാരിക ക്രിയാത്മക ഘട്ടം അല്ലെങ്കിൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ 4 ഘട്ടത്തിലൂടെയാണ് ജീൻ പിയാഷെയുടെ ഭൗതിക വികാസ ഘട്ടത്തെ കുറിച്ച് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ചോദ്യം ഇതാണ്, ഘട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞതിൽ ഇന്ദ്രിയ ചാലക ഘട്ടം ഒന്നാമത്തെ ഘട്ടമായിട്ട് വരുന്നുണ്ട്. മൂർത്ത ക്രിയാത്മക ഘട്ടം മൂന്നാമത്തെ ഘട്ടമായിട്ടും ഇവിടെ വന്നിട്ടുണ്ട്. പ്രാക് മനോവ്യാപാര ഘട്ടം രണ്ടാമത്തെ ഘട്ടമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആൻസർ ആയിട്ട് എടുക്കേണ്ടുന്ന പ്രവർത്തന ഘട്ടത്തെ കുറിച്ച് ജീൻ പിയാഷെ പറഞ്ഞിട്ടില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജീൻ പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുട്ടികളുടെ വൈജ്ഞാനിക വികാസം പ്രാപിക്കുന്നത് പ്രധാനമായിട്ട് 4 ഘട്ടങ്ങളിലൂടെ എന്നാണ് ജീൻ പിയാഷെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എന്താണ്, എത്ര ഘട്ടത്തിലൂടെയാണ്? 4 ഘട്ടത്തിൽ കൂടിയാണ് കുട്ടികളുടെ വൈജ്ഞാനിക വികാസം പ്രാപിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ജീൻ പിയാഷെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ദ്രിയ ചാലക ഘട്ടത്തെ കുറിച്ചാണ്, അതല്ലെങ്കിൽ സെൻസറി മോട്ടോർ സ്റ്റേജിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന്റെ ഫസ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ ഘട്ടത്തിന്റെയും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ജീൻ പിയാഷെ നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ബ്രൂണറിന്റെ തിയറി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ജീൻ പിയാഷെ പറഞ്ഞ അതേ ഘട്ടങ്ങൾ, ജീൻ പിയാഷെയുടെ ഇന്ദ്രിയ ജാലക ഘട്ടത്തിന് സമാനമായിട്ട് വരുന്ന ബ്രൂണർ നിർദ്ദേശിക്കപ്പെട്ട ഘട്ടം ഏത് എന്ന് നമ്മോട് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. അപ്പൊ ഇന്ദ്രിയ ചാലക ഘട്ടം എന്ന് പറയുന്നത് ജീൻ പിയാഷെയുടെ ആദ്യ ഘട്ടമാണ്. 2 വയസ്സ് വരെയുള്ള ഒരു ശിശുവിന്റെ വൈജ്ഞാനിക ഘടനയാണ് ഈ ഘട്ടത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ എത്ര വയസ്സ് മുതലാണ്? 0 മുതൽ 2 വയസ്സ് വരെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എവിടെയാണ്? ഇന്ദ്രിയ ചാലക ഘട്ടത്തിൽ ജീൻ പിയാഷെ പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾ ലോകത്തെ അറിയുന്നത്, അവന്റെ ലോകത്തെ, അവന്റെ വീടിനെ, അവന്റെ കുടുംബത്തെ, അവന്റെ അനിയനെ, അനിയത്തെ, ഇവരെയൊക്കെ തന്നെ അവൻ അറിയുന്നത് എങ്ങനെയാണ്? 2 രീതികളാണ് രീതികളിലൂടെയാണ് അവൻ അറിയുന്നത്. ആ 2 രീതികൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ചലനങ്ങളിലൂടെ, ഒന്ന് അവൻ തൊട്ടു നോക്കുന്നു. അതുപോലെ തന്നെ ആദ്യം ഒരു ചൂടായ പ്രതലത്തിൽ തൊട്ടതിന് ശേഷം രണ്ടാമത് അത് കാണുമ്പോൾ അവൻ തൊടാൻ ഭയക്കുന്നു. ഇന്ദ്രിയങ്ങളിലൂടെ, ഇന്ദ്രിയങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഘട്ടമാണ് ആദ്യത്തെ ഈ ഘട്ടം എന്ന് പറയുന്നത്. 0 മുതൽ 2 വയസ്സ് വരെ വരുന്ന ഈ ഘട്ടം. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നു, ജീൻ പിയാഷെ ആദ്യ ഘട്ടത്തെ എന്തെന്ന് വിളിച്ചത്? ഇന്ദ്രിയ ചാലക ഘട്ടം എന്ന് വിളിച്ചത്. അപ്പൊ 2 വയസ്സ് വരെയുള്ള ഒരു ശിശുവിന്റെ വൈജ്ഞാനിക ഘടനയാണ് ഈ ഘട്ടത്തിലുള്ളത്. കുട്ടികൾ ലോകത്തെ അറിയുന്നത് എങ്ങനെയാണ്? ചലനങ്ങളിലൂടെയും മോഷനിലൂടെയും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം വഴിയുമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ജീൻ പിയാഷെയുടെ ഏത് ഘട്ടത്തിലാണ് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത് കുട്ടികൾ ലോകത്തെ അറിയുന്നത് ചലനങ്ങളിലൂടെയും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴിയുമാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയണം, ഇന്ദ്രിയ ചാലക ഘട്ടത്തിലൂടെയാണ്. രണ്ടാമത്തെ പോയിന്റ് കൂടി നമ്മൾ പരിശോധിക്കുന്നു. ഈ ഘട്ടത്തിലെ കുട്ടികൾക്ക് വസ്തുവിനെ കുറിച്ചും സ്ഥലത്തെക്കുറിച്ചും കാരണത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചുമുള്ള അവബോധം ഉണ്ടാകുന്നു. ഇത് കാണുമ്പോൾ നമ്മൾ പലരും ഇന്ദ്രിയ ചാലക ഘട്ടം എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് 0 മുതൽ 2 വയസ്സ് വരെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ വയസ്സിൽ വരുന്ന കുട്ടികൾക്ക് വസ്തുവിനെ കുറിച്ചും സ്ഥലത്തെക്കുറിച്ചും കാരണത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചുമുള്ള അവബോധം ഉണ്ടാകില്ല എന്നൊരു ധാരണ നിങ്ങളുടെ മനസ്സിലേക്ക് വരരുത്. ജീൻ പിയാഷെ പറയുന്നു, ഇന്ദ്രിയ ചാലക ഘട്ടത്തിൽ
എത്തുമ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വസ്തുവിനെ കുറിച്ച് അവൻ മനസ്സിലാക്കുന്നു. പാവ അല്ലെങ്കിൽ അവന്റെ ക്ലോക്കിനെ കുറിച്ച്, ആ എവിടെ നിന്നാണ് ക്ലോക്ക് ചിലപ്പം ബെല്ലടിക്കും ഓരോ മണിക്കൂർ ഇടവിട്ട്, അതൊക്കെ അവൻ മനസ്സിലാക്കുന്നു. സ്ഥലത്തെ കുറിച്ച് മനസ്സിലാക്കുന്നു, ബെഡ്റൂം, ഹോള്, ഇതൊക്കെ മനസ്സിലാക്കുന്നു. കാരണത്തെ കുറിച്ച് മനസ്സിലാക്കുന്നു. ചിലപ്പം ഒരു കാര്യം എടുക്കുമ്പോൾ അമ്മ ആദ്യമായിട്ട് ദേഷ്യപ്പെടുകയാണെങ്കിൽ അത് വീണ്ടും എടുത്താൽ അമ്മ ദേഷ്യപ്പെടും എന്നുള്ള രീതി അവന് അതറിയാം. ആ കാരണത്തെ കുറിച്ച് മനസ്സിലാക്കുന്നു, കാലത്തെ കുറിച്ച് മനസ്സിലാക്കുന്നു, രാത്രി പകൽ ഈ ഡിഫറൻസ് ഒക്കെ തന്നെ അവൻ മനസ്സിലാക്കുന്ന ഘട്ടമാണ് ഏതെന്ന് പറയുന്നത് ഇന്ദ്രിയജാലക ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ദ്രിയജാലക ഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 പോയിന്റ് ആണ് നമ്മൾ നോക്കിയത്. വയസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. 0 മുതൽ 2 വയസ്സ് വരെ കുട്ടികൾ ലോകത്തെ അറിയുന്നത് 2 രീതികളിലാണ്, ചലനങ്ങളിലൂടെയും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം വഴിയുമാണ്. ഈ ഘട്ടത്തിലെ കുട്ടികൾക്ക് വസ്തുവിനെ കുറിച്ചും സ്ഥലത്തെ കുറിച്ചും കാരണത്തെ കുറിച്ചും കാലത്തെ കുറിച്ചുമുള്ള അവബോധം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ജീൻ പിയാഷെ. ഏത് ഘട്ടത്തിലാണ്? 0 മുതൽ 2 വരുന്ന ഇന്ദ്രിയജാലക ഘട്ടത്തിൽ. അടുത്ത് നമ്മൾ പോകുന്നത് പ്രാക്രിയാത്മക ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് കഴിഞ്ഞ ദിവസത്തെ അല്ലെങ്കിൽ 2024 UPSC ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടം പിടിക്കപ്പെട്ട ചോദ്യം. ഇത് പ്രാക്രിയാത്മക ഘട്ടം എന്ന് പറയുന്നത് ഇന്ദ്രിയജാലക ഘട്ടം ജീൻ പിയാഷെ പറഞ്ഞു വെച്ചത് 0 മുതൽ 2 വയസ്സ് വരെയാണെങ്കിൽ പ്രാക്രിയാത്മക ഘട്ടം ഇവിടെ തുടങ്ങുന്നത് 2 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വൈജ്ഞാനിക ഘടനയെ കുറിച്ചാണ് ജീൻ പിയാഷെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഓരോ സവിശേഷതയും നമുക്ക് നോക്കി മുന്നോട്ട് പോകാം. ഈ ഘട്ടത്തിൽ കുട്ടികളിൽ ഏകീകൃത യുക്തിയോ അറിവുകളിൽ വ്യതിയാനം വരുത്തുവാനോ ഉള്ള കഴിവോ ദൃശ്യമാകുന്നില്ല, കാണുന്നില്ല. അവർക്കൊരു ഏകീകൃതമായ യുക്തിചിന്ത ഏകീകൃതമായി കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ അവർക്ക് കുറെ അറിവുകളുണ്ട്, അതിന് ഡിഫറൻസിയേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ വ്യതിയാനം വരുത്തി തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. ഇപ്പം ഹിന്ദു മിത്തോളജി പ്രകാരം ദൈവങ്ങൾ ഒരുപാട് പേരുണ്ട് അല്ലെ, നമുക്കറിയാം. പക്ഷെ ദൈവം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കൃഷ്ണൻ, അവന്റെ ചിലപ്പോൾ വീട്ടിൽ പലരും കൃഷ്ണനെയാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ആരാധന നടത്തണമെങ്കിൽ ഇഷ്ടപ്പെട്ട് പറയുന്നെങ്കിൽ അവനെ സംബന്ധിച്ച് ദൈവം എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയാണ്. പിന്നെ പാർവതി ദേവി പറഞ്ഞ അതൊരു അവിടെ ഒരു വ്യതിയാനം കൊണ്ടുവരുവാനൊന്നും അവന് കഴിവില്ല. ഏത് ഘട്ടത്തിലാണ്? പ്രാക്രിയാത്മക ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ എന്തില്ല? ദൃശ്യമാകുന്നില്ല, ഇല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ ഓർക്കേണ്ടത്. ഇല്ല, എന്തില്ല? ഏകീകൃത യുക്തിയോ അറിവുകളിൽ വ്യതിയാനം വരുത്തുവാനുള്ള കഴിവോ ഇല്ല. ഏത് ഘട്ടത്തിൽ ഇല്ല? പ്രാക്രിയാത്മക ഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ ഇല്ല. പ്രായം എത്രയാണ്? 2 മുതൽ 7 വയസ്സാണ്. ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഫാക്ട് ഒളിഞ്ഞിരിക്കുന്നത്. കളികളിലെ താല്പര്യവും പ്രതീകാത്മക വസ്തുക്കളോടുള്ള ആഭിമുഖ്യവും ഈ ഘട്ടത്തിൽ നമുക്ക് കാണാം. കളികളിലെ താല്പര്യം ഏറ്റവും കൂടുതൽ കാണുന്ന ഘട്ടം ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ജീൻ പിയാഷെയുടെ അഭിപ്രായത്തിൽ രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള പ്രാക്രിയാത്മക ഘട്ടമാണ്. ഇവിടെ മറ്റൊരു പോയിന്റ്, പ്രതീകാത്മക വസ്തുക്കൾ. അവൻ ബസ് കാണുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്നു, അതിനുശേഷം വീട്ടിൽ വന്നിട്ട് അച്ഛനോടോ അമ്മയോടോ പറയുന്നു എനിക്ക് ബസ് വാങ്ങിത്തരണം. ഒരു കളിപ്പാട്ടം, ബസ് മോഡലുള്ള കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കുന്നു. അത് ബസ്സായിട്ട് കണ്ടുകൊണ്ട്, റിയാലിറ്റി ആയിട്ട് കണ്ടുകൊണ്ട്, പ്രതീകാത്മകമായി വസ്തുക്കളെ കാണുവാനുള്ള എന്താണ് കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ അതിനെ കാണാനുള്ള അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഘട്ടമാണ് അല്ലെങ്കിൽ അറിയാനുള്ള ഘട്ടമാണ് ഏതെന്ന് പറയുന്നത് പ്രാക്രിയാത്മക ഘട്ടം എന്ന് പറയുന്നത്. കളികളിലെ താല്പര്യവും പ്രതീകാത്മക വസ്തുക്കളോടുള്ള ആഭിമുഖ്യവും നമുക്ക് കാണാൻ കഴിയുന്നു അല്ലെ. പാവയെ കാണുമ്പോൾ അത് ജീവനുള്ളതായിട്ട് സങ്കല്പിക്കാൻ അവന് കഴിയുന്നത് ഏത് ഘട്ടത്തിലാണ്? പ്രാക്രിയാത്മക ഘട്ടമാണ്. ഉയർന്ന മാനസിക വ്യാപാരത്തിന് ആവശ്യമായത്ര യുക്തി ഈ ഘട്ടത്തിലില്ല. നമ്മൾ ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞു ഏകീകൃത യുക്തി ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഉയർന്ന മാനസിക വ്യാപാരത്തിന് ആവശ്യമായത്ര യുക്തി എവിടെ പ്രദർശിപ്പിക്കുന്നില്ല? ഈ രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള പ്രാക്രിയാത്മക ഘട്ടത്തിൽ കുട്ടി പ്രദർശിപ്പിക്കുന്നില്ല എന്ന കാര്യം കൂടി നോട്ട് ചെയ്യുക. അപ്പൊ യുക്തിയെ കുറിച്ച് പറയുമ്പോൾ കുട്ടിക്ക് പ്രാക്രിയാത്മക ഘട്ടത്തിൽ ഏകീകൃത യുക്തിയോ അതുപോലെ തന്നെ യുക്തി എന്താണ് ഉയർന്ന മാനസിക വ്യാപാരത്തിന് ആവശ്യമായിട്ടുള്ള യുക്തിയോ അവന് ഇല്ല എന്ന് പറയുന്നതും ഏതാണ്? രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള പ്രാക്രിയാത്മക ഘട്ടമാണ് പറയുന്നത്.
ഇതാണ് നമ്മുടെ ചോദ്യ പേപ്പർ 2024 UPSC ചോദ്യ പേപ്പറിൽ ഇടം പിടിക്കപ്പെട്ടത്. അഹം കേന്ദ്രീകൃത ചിന്തയാണ് ഈ ഘട്ടത്തിൽ കുട്ടികളെ നയിക്കുന്നത്. അഹം കേന്ദ്രീകൃത ചിന്ത, ഈഗോസെൻട്രിസിസം, ഞാൻ എന്ന രീതി, ഞാൻ എന്നത് ഇതെന്റേതാണ് എന്നൊരു തോന്നൽ കുട്ടികളിൽ ഉണ്ടായിയെടുക്കുന്ന ഘട്ടമാണ് ഏതെന്ന് പറയുന്നത് പ്രാക്രിയാത്മക ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ യുക്തി ചിന്തനത്തിൽ അവന്റെ യുക്തി ഉണ്ട്, നമ്മൾ പറഞ്ഞു യുക്തി ഇല്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷെ യുക്തി ഉണ്ട്. ആ യുക്തിയിൽ എന്തില്ല, ഏകീകൃത യുക്തിയോ അറിവുകളെ വ്യതിയാനം വരുത്തുവാനുള്ള കഴിവോ ഉയർന്ന മാനസിക വ്യാപാരത്തിന് ആവശ്യമായിട്ട് യുക്തി ചിന്തയോ അവനില്ല. അവന്റെ യുക്തി അവൻ എപ്പോഴും ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നു. ഇതും ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ചോദിക്കുവാനുള്ളതും അറിയാനുള്ള ത്വരയും ഏത് ഘട്ടത്തിലാണ് കുട്ടികളിൽ കൂടുതലായിട്ട് പിയാഷെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്? പ്രാക്രിയാത്മക ഘട്ടത്തിലാണ്. നമുക്ക് വേണമെങ്കിൽ മാറ്റിയും പറയാം, മുന്നോട്ട് പോകുമ്പോഴും കുട്ടികൾ അറിയാനുള്ള ത്വര ഇല്ലേ എന്നൊക്കെ ചോദിച്ചു കളയാം. പക്ഷെ ഈ ഘട്ടം മുതലാണ് കുട്ടികൾ കാണുന്നതിനെ കുറിച്ചെല്ലാം അച്ഛനോടും അമ്മയോടും അല്ലെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതെന്ത് ഇങ്ങനെ ആയത്, എന്തുകൊണ്ട് ഇങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ, ഇങ്ങനെയുള്ള യുക്തി ചിന്തനത്തിന്റെ അടിസ്ഥാനത്തിൽ അവനിലുള്ള യുക്തി ചിന്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ളതും അറിയാനുള്ളതുമായിട്ടുള്ള ത്വര ഏത് ഘട്ടത്തിലാണ് കുട്ടികളിൽ വളരുന്നത്? പ്രാക്രിയാത്മക ഘട്ടത്തിലാണ് വളർന്നിരിക്കുന്നത്. നോക്കൂ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കളിപ്പാട്ടങ്ങളോട് സംസാരിക്കുന്നു. അപ്പൊ നമുക്ക് ഓർക്കണം, 1ാം ക്ലാസ് എന്ന് പറയുമ്പോൾ അവന്റെ പ്രായം ഏതാണ്? 6 വയസ്സോ 7 വയസ്സിന്റെ അകത്തായിരിക്കും വരുന്നത്. നമ്മുടെ പുതിയ നിയമപ്രകാരം 6-7 വയസ്സിനകത്തായിരിക്കും വരുന്നത്. അപ്പോൾ 2 മുതൽ 7 വയസ്സ് വരെ ഏത് ക്രിയാത്മക ഘട്ടമാണ്? പ്രാക്രിയാത്മക ഘട്ടമാണ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കളിപ്പാട്ടങ്ങളോട് സംസാരിക്കുന്നു. കളിപ്പാട്ടങ്ങളോട് സംസാരിക്കാൻ കാരണം എന്താണ്? പ്രതീകാത്മകമായി വസ്തുക്കളോട് സംസാരിക്കാനുള്ള കഴിവാണ് നമ്മൾ ഇവിടെ കണ്ടത്. കളിപ്പാട്ടങ്ങളെ ജീവനുള്ള വസ്തുവായിട്ട് അവൻ കാണുന്നു. പിയാഷെയുടെ അഭിപ്രായത്തിൽ ഈ കുട്ടി ഏത് ഘട്ടത്തിൽ എന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്? പ്രാക്രിയാത്മക ഘട്ടത്തിലാണ്. ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു കഴിഞ്ഞിരിക്കുന്നു. 2ാമത്തെ ഘട്ടമാണ് അല്ലെ ആൻസർ. ബാക്കി ഓപ്ഷൻ ഒന്നും വായിക്കേണ്ട കാര്യമില്ല, നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിഞ്ഞു. ഇനി 3ാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്നറിയപ്പെടുന്ന മൂർത്ത ക്രിയാത്മക ഘട്ടത്തെ കുറിച്ചാണ് നമുക്കിനി പഠിക്കേണ്ടതായിട്ടുള്ളത്. എന്താണ് മൂർത്ത ക്രിയാത്മക ഘട്ടം? മറ്റ് സ്റ്റേജുകളെല്ലാം തന്നെ നമ്മൾ പഠിച്ചതുപോലെ 0 മുതൽ 2 വയസ്സ് വരെ നമ്മൾ പഠിച്ചു. 2 മുതൽ 7 വയസ്സ് വരെയാണ് പ്രാക്രിയാത്മക ഘട്ടം വന്നത്. ഈ 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള ഘട്ടത്തെയാണ് മൂർത്ത ക്രിയാത്മക ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് നമ്മൾ വിളിക്കപ്പെടുന്നത്. പ്രായം എന്ന് പറയുന്നത് 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ കുട്ടികളിൽ ചിന്തിക്കാനും അറിവുകൾ സംരക്ഷിക്കുവാനും ചിന്തിക്കാനുള്ള തിങ്കിങ് കപ്പാസിറ്റി സ്റ്റാർട്ട് ചെയ്യുകയാണ് 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. അതുപോലെ അറിവുകൾ സംരക്ഷിക്കുവാനും അല്ലെ അവൻ പഠിച്ച കാര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ റിവേഴ്സിബിലിറ്റി നമുക്ക് പറഞ്ഞു തരാനും അവന് കഴിയുന്നുണ്ട്. അറിവുകളുടെ പ്രത്യാവർത്തനത്തിനും അവന് കഴിയുന്ന കാലഘട്ടമാണ് ഏതെന്ന് പറയുന്നത്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്ന മൂർത്ത ക്രിയാത്മക ഘട്ടം. വയസ്സ് ഏതാണ്? 7 മുതൽ 11 വയസ്സ് വരെയാണ് വരുന്നത്. ഇവിടെ എന്ത് കേന്ദ്രീകൃതമല്ല? നമ്മൾ പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ അഹം കേന്ദ്രീകൃതമാണ് എന്ന് പറഞ്ഞെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇവിടെ അഹം കേന്ദ്രീകൃതമല്ല എന്നാണ് ജീൻ പിയാഷെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ യുക്തി ചിന്തനത്തെ കുറിച്ച് പുതിയ അറിവുകളെ കുറിച്ചും ബോധവാന്മാരാകുന്ന കാലഘട്ടം കൂടിയാണ് ഏതെന്ന് പറയുന്നത്? മൂർത്ത ക്രിയാത്മക ഘട്ടം. നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാക് മനോവ്യാപാര ഘട്ടത്തിലെ യുക്തിചിന്ത നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി യുക്തി ചിന്തനത്തെ കുറിച്ചും അവിടെ കുറച്ചും കൂടി യുക്തിപൂർവം അവൻ എന്ത് ചെയ്യുന്നു? ചിന്തിക്കാനുള്ള കഴിവ് അവൻ നേടിയെടുക്കുന്നു. പുതിയ അറിവുകളെ കുറിച്ച് ബോധവാന്മാരാകാനും അവന് കഴിയുന്നുണ്ട്. ഇവിടെ ഓർക്കുക, മൂർത്ത ക്രിയാത്മക ഘട്ടം എന്ന് പറയുന്നത് 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയാണ്. ഈ ഘട്ടത്തിൽ കുട്ടികൾക്ക് ചിന്തിക്കാനും അറിവുകൾ സംരക്ഷിക്കുവാനും അറിവുകളുടെ പ്രത്യാവർത്തനത്തിനുമുള്ള സമയമുണ്ട് അല്ലെങ്കിൽ കഴിവുണ്ട് എന്ന് പറയുന്നു. വളരെ ഓർക്കേണ്ട ഒരു കാര്യം, മൂർത്ത ക്രിയാത്മക ഘട്ടം എന്ന് പറയുന്ന അഹം കേന്ദ്രീകൃതമല്ല എന്നൊരു കാര്യം ഓർക്കുക.
യുക്തിചിന്തനത്തെക്കുറിച്ചും പുതിയ അറിവുകളെക്കുറിച്ചും ബോധവാന്മാരാകുന്നു. ചോദിക്കാം പരീക്ഷയ്ക്ക്. ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ കുട്ടികളിൽ യുക്തിചിന്തനത്തെക്കുറിച്ചും പുതിയ അറിവുകളെക്കുറിച്ചും ബോധവാന്മാരാകുന്ന ഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്നറിയപ്പെടുന്ന മൂർത്ത ക്രിയാത്മക ഘട്ടമാണ്. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ വരുന്ന ഈ ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നു. പിയാഷയുടെ അഭിപ്രായത്തിൽ കുട്ടികളിൽ അറിവിന്റെ സംരക്ഷണം, അല്ലെ, അവൻ അറിവ് ഓർത്തു വയ്ക്കാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. സംരക്ഷണം, വ്യതിയാനം, പഠിച്ച കാര്യങ്ങൾ ഡിഫറെന്റ് ചെയ്ത് വ്യത്യസ്തപ്പെടുത്തി മനസ്സിനകത്തേക്ക് ബുദ്ധിയിലേക്ക് വ്യത്യസ്തമായിട്ട് അവനെ ക്രോഡീകരിച്ചു വയ്ക്കുവാനുള്ള കഴിവുണ്ട്. പ്രത്യാവർത്തനം, നമ്മൾ ചോദിക്കുന്ന സമയത്ത് തിരിച്ചു പറഞ്ഞു തരുവാനുള്ള കഴിവും അവനിലുണ്ട്. എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിയാഷയുടെ അഭിപ്രായത്തിൽ കുട്ടികളിൽ അറിവിന്റെ സംരക്ഷണം, വ്യതിയാനം, പ്രത്യാവർത്തനം എന്നിവ നടക്കുന്ന ഘട്ടമാണ്. ഓപ്ഷൻ എ പറയുന്നു ഇന്ദ്രിയ ചാലക ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, മൂർത്ത ക്രിയാത്മക ഘട്ടം, അനൗപചാരിക മനോവ്യാപാര ഘട്ടം എന്നിവയാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ മൂർത്ത ക്രിയാത്മക ഘട്ടം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് എടുക്കാൻ കഴിയുന്നത്. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നാലാമത്തതാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, അല്ലെങ്കിൽ ഔപചാരിക ക്രിയാത്മക ഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എവിടെ മുതലാണ്? നമ്മൾ 11 വയസ്സ് വരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിർത്തി, അല്ലെ? 11 വയസ്സ് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള കാലത്തെ വൈജ്ഞാനിക ഘടനയാണ് ഔപചാരിക ക്രിയാത്മക ഘട്ടം, അല്ലെങ്കിൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആയിട്ട് ആര് പറഞ്ഞിരിക്കുന്നത്? ജീൻ പിയാഷെ പറഞ്ഞിരിക്കുന്നത്. 11 വയസ്സ് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള കാലത്തെ വൈജ്ഞാനിക ഘടനയെയാണ് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത്. അമൂർത്ത ചിന്തയും ഉയർന്ന ഭൗതിക വ്യാപാരവും നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെയാണ്? യെസ്, എവിടെയാണ്? 11 വയസ്സ് മുതലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരാൾ കമന്റ് ആയിട്ട് ചോദിച്ചിരുന്നു, അമൂർത്ത ചിന്ത എന്താണ്? ശരിക്കും നമുക്ക് റിയലൈസ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് തരംതിരിക്കാൻ കഴിയുന്നു, സാമാന്യവൽക്കരണം നടത്താൻ കഴിയുന്നു. ഒരു പ്രശ്നം കാണുന്നു, ആ പ്രശ്നത്തിന്റെ സോൾവ്, നമുക്ക് ആ പ്രശ്നത്തിന് എന്താണ് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഈ രീതിയിലുള്ള ചിന്താധാരയാണ് എന്തെന്ന് പറയുന്നത് അമൂർത്തമായിട്ടുള്ള ചിന്ത, ഉയർന്ന ചിന്താഗതിയാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ അമൂർത്ത ചിന്തയും ഉയർന്ന ഭൗതിക വ്യാപാരവും സാധ്യമാകുന്ന ഘട്ടം എന്ന് ജീൻ പിയാഷെ വിശേഷിപ്പിച്ചത് 11 വയസ്സ് മുതൽ അങ്ങോട്ട് പോകുമ്പോഴാണ് അതുണ്ടാകുന്നത്, അല്ലെ? പ്രശ്ന പരിഹരണത്തിനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ കുട്ടിക്ക് കഴിയുന്നു. അതുപോലെ തന്നെ സാമാന്യവൽക്കരണം, ഇങ്ങനെ ചെയ്താൽ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും, ജനറലൈസേഷനിലേക്ക് എത്താൻ കുട്ടിക്ക് കഴിയുന്നു. ഇതൊക്കെ തന്നെ ഔപചാരിക ക്രിയാത്മക ഘട്ടം, അല്ലെങ്കിൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് അമൂർത്ത ചിന്ത നടക്കുന്നത്. അപ്പൊ അമൂർത്ത ചിന്ത എന്ന് പറയുന്ന സാധ്യമാകുന്ന ഘട്ടമാണ് ഏതെന്ന് പറയുന്നത്? ഔപചാരിക ക്രിയാത്മക ഘട്ടം എന്ന് പറയുന്നത്. അമൂർത്തം എന്ന് പറയുമ്പോൾ നമുക്ക് സാമാന്യവൽക്കരിക്കാനും യുക്തിപരമായി തിങ്ക് ചെയ്യുവാനും റാഷണലൈസേഷനും ജനറലൈസേഷനും ഒക്കെ തന്നെ ചെയ്യുവാനുള്ള കഴിവ് നേടിയെടുക്കുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഔപചാരിക ക്രിയാത്മക ഘട്ടം എന്ന് പറയുന്ന 11 വയസ്സ് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള കാലം. ചിന്തയെക്കുറിച്ചുള്ള വൈജ്ഞാനിക ബോധവും പ്രശ്ന പരിഹരണ ചിന്തയും ബഹുതലങ്ങളിൽ വികസിക്കുന്ന ഉയർന്ന തലമായിട്ടാണ് ജീൻ പിയാഷെ ഔപചാരിക ക്രിയാത്മക ഘട്ടത്തെ കണ്ടിട്ടുള്ളത്. ചിന്തയെക്കുറിച്ചുള്ള വൈജ്ഞാനിക ബോധം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങിനുള്ള പ്രശ്ന പരിഹരണ ചിന്തയും ഉടലെടുക്കുന്നത്, ഇത് രണ്ടും ബഹുതലങ്ങളിൽ വികസിക്കുന്ന ഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം നമുക്ക് ഏതാണ്? പിയാഷെ പറഞ്ഞിട്ടുള്ളത് ഔപചാരിക ക്രിയാത്മക ഘട്ടം, അല്ലെങ്കിൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് നമുക്ക് ഉത്തരമായിട്ട് പറയാൻ കഴിയുന്നത്. പിയാഷെ രൂപീകരിച്ച വികസന ഘട്ടത്തിൽ ശൈശവാവസ്ഥയും കൗമാരാവസ്ഥയും ഒരുമിക്കുന്ന ഘട്ടം ഏതാണ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്. കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷെ നമ്മൾ പഠിച്ചത് പ്രകാരം 0 മുതൽ 11 വയസ്സ് വരെ നമുക്ക് ഒറ്റയടിക്ക് നോക്കിയിട്ട് 11 മുതൽ ഓൺവേർഡ്സ് ആണ് പിയാഷെ എന്ത് പറഞ്ഞിരിക്കുന്നത്? ഔപചാരിക ക്രിയാത്മക ഘട്ടം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 11 മുതൽ അങ്ങോട്ട് പോകുമ്പോഴാണ് കുട്ടിയിൽ എന്തുണ്ട്? അഡോളസെന്റ് ഏജിന്റെ വളർച്ച, അല്ലെങ്കിൽ അഡോളസെന്റിലേക്ക്, കൗമാര അവസ്ഥയിലേക്ക് കടക്കാൻ പോകുന്നു. പിയാഷെ രൂപീകരിച്ച വികസന ഘട്ടത്തിൽ
ശൈശവാവസ്ഥയും കൗമാരാവസ്ഥയും ഒരുമിക്കുന്നു. 11 നിന്ന് 12, 13 പോകുമ്പോഴാണ് കുട്ടി എന്താവുന്ന കൗമാരാവസ്ഥ ടീനേജിലേക്ക് വരുന്നത്. ഇത് രണ്ടും ഒന്നിക്കുന്ന ഘട്ടം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആരും തെറ്റിക്കരുത്. ഏതാണ് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ കഴിയുന്നത്? ഔപചാരിക മനോവ്യാപാര ഘട്ടമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ, നമ്മൾ ഇപ്പോൾ പഠിച്ചതാണ് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ കഴിയുന്നത്. പിയാഷെയുടെ അഭിപ്രായത്തിൽ കുട്ടികളുടെ വൈജ്ഞാനിക വികാസ ഘട്ടത്തിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം ഏത്? ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് ഏത്? ഇന്ദ്രിയ ചാലക ഘട്ടം എന്ന് പറയും. നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ ഘട്ടമാണ് പ്രാക് മനോവ്യാപാര ഘട്ടം. രണ്ടാമത്തെ ഘട്ടമാണ് ഔപചാരിക മനോവ്യക്തി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലെ അമൂർത്ത അല്ലെങ്കിൽ സമൂർത്ത എന്നാണ് തന്നിരിക്കുന്നത്. അമൂർത്ത വ്യാപാര ഘട്ടം എന്ന് പറയുന്ന മൂന്നാമത്തതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാണ് ആൻസർ ആയിട്ട് വരുന്ന? ഔപചാരിക മനോവ്യാപാര ഘട്ടമാണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് എടുക്കാൻ കഴിയുന്നത്, അല്ലെ? നമ്മൾ അതും പഠിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരു ടേമിനെ കുറിച്ച് കൂടി നമ്മൾ ജീൻ പിയാഷെ പറഞ്ഞിട്ടുണ്ട്. എപ്പിസ്റ്റമോളജി, ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന പദമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. വേറെ വലുതായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്യാനൊന്നും പോകുന്നില്ല. അറിവുകളെ, പ്രത്യേകിച്ച് ശാസ്ത്ര വിജ്ഞാനങ്ങളെ അതിന്റെ ചരിത്രപരവും സാമൂഹികവും ഒപ്പം അറിവുകളുടെ ഉത്ഭവവും ഘടനയും വിശദമാക്കുന്ന മനഃശാസ്ത്രപരമായ വിശദീകരണങ്ങളെയാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത്. അറിവുകളെ, നോളജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് ശാസ്ത്ര വിജ്ഞാനങ്ങളെ, സയൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നോളജിനെ, അതിന് ചരിത്രപരമായിട്ടുള്ള സോഴ്സ് ഉണ്ടെങ്കിൽ, അത് ചിലപ്പോൾ എന്തുകൊണ്ട് ഹിസ്റ്റോറിക്കൽ ആയിട്ട് എന്തെങ്കിലും അതിനുണ്ടെങ്കിൽ, സാമൂഹികവുമായി എന്തെങ്കിലും അറിവുകളുടെ ഉത്ഭവം, അതിന്റെ ഒറിജിനുമായി ബന്ധപ്പെട്ടുള്ള, അതിന്റെ ഘടനയുമായി ബന്ധപ്പെട്ടുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന പദം. ഇത് നമുക്ക് ഇവിടെ എന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, സാമാന്യ സൈദ്ധാന്തിക ചർച്ച എന്നും ജനറ്റിക് എപ്പിസ്റ്റമോളജിയെ നമ്മൾ വിളിക്കാറുണ്ട്. ശിശു വികസനത്തെ കുറിച്ചുള്ള സാമാന്യ സൈദ്ധാന്തിക ചർച്ചാ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. പുതിയ അറിവുകളുമായി വ്യക്തി ആർജിക്കുന്ന സമായോജനം വഴിയാണ് വൈജ്ഞാനിക വികാസത്തിന്റെ 4 ഘട്ടങ്ങളുടെ ക്രമാനുഗതമായ പുരോഗതി സംഭവിക്കുന്നു എന്നാണ് ജീൻ പിയാഷെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഓരോ ഘട്ടത്തിലും വ്യക്തി ഓരോരോ അറിവ് പഠിച്ചു പോകുന്നു. അതിന്റെ സമായോജനം വഴിയാണ് വൈജ്ഞാനിക വികാസത്തിന്റെ 4 ഘട്ടങ്ങളുടെ ഘട്ടങ്ങൾ രൂപം കൊള്ളുന്നത് അല്ലെങ്കിൽ പുരോഗതി പ്രാപിക്കുന്നത് എന്നാണ് ജീൻ പിയാഷെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇത് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് ജീൻ പിയാഷെ അദ്ദേഹം കുട്ടികളിലേക്ക് എടുക്കുന്നു. കുട്ടി അറിവ് നിർമ്മിക്കുന്നത്, കുട്ടിയുടെ ശിശു ആയിരിക്കുമ്പോൾ തന്നെ, ആദ്യ ഘട്ടത്തിൽ തന്നെ, ഇന്ദ്രിയ ചാലക ഘട്ടത്തിൽ തന്നെ കുട്ടിയിൽ അറിവ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൽ കുറച്ചു മാത്രമുള്ള അറിവിന്മേൽ വീണ്ടും അവന് പുതിയ അറിവ് കിട്ടുമ്പോൾ സമായോജനം നടത്തി വലുതാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഓരോ ഘട്ടവും കടന്ന് അറിവ് നിർമ്മാണം എന്ന് പറയുന്ന പ്രോസസ് അവനിൽ നടക്കുന്നത് എന്നുള്ളതാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി വഴി നമ്മുടെ ജീൻ പിയാഷെ അർത്ഥമാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന 2 ടേം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. ഒന്ന് അക്കോമഡേഷൻ അല്ലെങ്കിൽ സംസ്ഥാപനം എന്ന് പറയുന്ന ടേം. വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നത് പുതിയ അറിവുകളുടെ സംസ്ഥാപനം വഴിയാണ്. കുട്ടികളുടെ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കുട്ടി ആദ്യം 1, 2, 3 എണ്ണാൻ പഠിച്ചു. ആ എണ്ണാൻ പഠിച്ചതിനെ 1നെയും 2നെയും കൂട്ടാൻ പഠിച്ചു. ഇതെന്താണ്? വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നത് അവനിലേക്ക് പുതിയ അറിവുകൾ വന്നു ചേരുമ്പോഴാണ്. ഇതിനെയാണ് അദ്ദേഹം സംസ്ഥാപനം അല്ലെങ്കിൽ അക്കോമഡേഷൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിലവിലെ വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ അറിവുകൾ കൂട്ടിച്ചേർക്കുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? സംസ്ഥാപനം എന്ന് പറയാം. കുട്ടി 1ാം ഘട്ടത്തിൽ കുറച്ച് അറിവുണ്ടായിരുന്നു. ആ അറിവിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നതാണ് അവൻ അടുത്ത് പഠിച്ച അറിവ്. അപ്പൊ അതിലേക്ക് പുതിയത് കൂട്ടിച്ചേർക്കുന്നു, അല്ലെ? നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടിച്ചേർത്ത് അറിവ് വലുതാകുന്നു. നിലവിലെ വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ അറിവുകൾ കൂട്ടിച്ചേർക്കുന്നതിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കാൻ കഴിയുന്നത്? അക്കോമഡേഷൻ അല്ലെങ്കിൽ സംസ്ഥാപനം. അടുത്ത സമായോജനം. സന്ദർഭങ്ങളുടെ അപരിചിതവുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് അതിനോട്
സമായോജനം, സമായോജന ക്രിയാതന്ത്രങ്ങളെ കുറിച്ച് നമുക്കൊരു ക്ലാസ്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. കഴിഞ്ഞ 2024 UPSC ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പലപ്പോഴും കേറ്റിനും LP-UPക്കും ഇഷ്ടപ്പെട്ട മേഖലയാണ് സമായോജന ക്രിയാതന്ത്രങ്ങൾ. അപ്പൊ നമുക്കത് ഒരു കാര്യമായിട്ട് തന്നെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഒരു ക്ലാസ് തന്നെ നമുക്ക് അതിനായിട്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ എന്താണ് ജീൻ പിയാഷെ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ സമായോജനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സന്ദർഭങ്ങളുടെ അപരിചിതവുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരു ബന്ധവുമില്ലാത്ത, ഒരു ഇഷ്ടവുമില്ലാത്ത, ഒരു അറിവുമില്ലാത്ത ഒരു പുതിയ സന്ദർഭത്തിൽ നമ്മളെ കൊണ്ടിടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പൊരുത്തപ്പെട്ട് അതിനോട് സമായോജനം, അഡാപ്റ്റേഷൻ നടത്തുന്നുണ്ട്, പുലർത്തുന്നതിനെയാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്? ആ ഒരു സംസ്ഥാപനത്തെയാണ് അദ്ദേഹം എന്ത് പറയുന്നത്? സമായോജനം എന്ന ടേം കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പിയാഷെയുടെ ഏത് സാൻമാർഗിക വികാസ ഘട്ടത്തിൽ പെടുന്നു? അനോമി, ഹെട്രോണമി അതോറിറ്റി, ഹെട്രോണമി റെസിപ്രോസിറ്റി, ഓട്ടോണമി അഡോളസെൻസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിയാഷെയുടെ സാൻമാർഗിക വികസന ഘട്ടത്തെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടത്തെ കുറിച്ചല്ല ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഏതാണ്? സാൻമാർഗിക വികാസ ഘട്ടമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സാൻമാർഗിക വികാസഘട്ട സിദ്ധാന്തം അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്ന തിയറി? ചെറിയ തിയറിയാണ്, ഒരുപാടൊന്നും പഠിക്കാനില്ല, വളരെ ചെറുതാണ്. പിയാഷെ കുട്ടികളുടെ സാൻമാർഗികം, മോറൽ, ധാർമ്മികം എന്ന് നമ്മൾ വിളിക്കാറില്ലേ, ആ സാൻമാർഗിക വികാസത്തിന്റെ 4 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്ന അനോമി, പേര് പോലെ തന്നെ ഒന്നും അറിയത്തില്ല, 0 മുതൽ 5 വയസ്സ് വരെയാണ് ഇവിടെ പിയാഷെ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ പ്രത്യേക നിയമവ്യവസ്ഥകൾ ഒന്നും കുട്ടികൾ പാലിക്കുന്നില്ല, അല്ലെ? കുട്ടിക്ക് അച്ഛനാരെന്നോ അമ്മയാരെന്നൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഒരു പ്രത്യേക നിയമപരമായിട്ട് കുട്ടി എന്ത് ചെയ്യുന്നു, ബിഹേവ് ചെയ്യുന്നുണ്ടോ, പെരുമാറുന്നുണ്ടോ? ഇല്ല. ഈ ഘട്ടത്തിൽ പ്രത്യേക നിയമവ്യവസ്ഥകളൊന്നും തന്നെ കുട്ടികൾ പാലിക്കുന്നില്ല. ഈ ഘട്ടത്തിൽ അവരുടെ വ്യവഹാരങ്ങളെ, ബിഹേവിയറിനെ, സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് ആത്മനിഷ്ഠമായ കാര്യങ്ങളാണ്. ആ ടേം ഒന്ന് ഓർക്കുക. ഏത് ഘട്ടത്തിലാണ്? പിയാഷെയുടെ സാൻമാർഗിക വികാസ ഘട്ടപ്രകാരം കുട്ടികളുടെ വ്യവഹാരങ്ങൾ, സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് ആത്മനിഷ്ഠപരമായ കാര്യങ്ങളാണ്. അത് ഏത് ഘട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ 0 മുതൽ 5 വയസ്സ് വരെ വരുന്ന അനോമി ഘട്ടവുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ ഘട്ടത്തിൽ അവരുടെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത് ആത്മനിഷ്ഠമായ കാര്യങ്ങളാണ്. വേദനയും ആനന്ദവും ഒക്കെ നിയന്ത്രണ ഘടകങ്ങൾ, അവരുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളായിട്ട് നമുക്ക് ഏതൊക്കെ കൂട്ടാം? വേദനയും ആനന്ദത്തെയും ഒക്കെ തന്നെ നമുക്ക് കൂട്ടാവുന്നതുമാണ്. അനോമി പേര് പോലെ തന്നെ അനോണിമസ് ആണ്. അപ്പൊ അവിടുത്തെ വ്യവഹാരം നിയന്ത്രിക്കുന്നത് എന്തെങ്ങനെയാണ്? ആത്മനിഷ്ഠപരമായിട്ടാണ് കാര്യങ്ങളെ കുട്ടികൾ കണ്ടുപോകുന്നത്. വയസ്സെന്ന് പറയുന്നത് 0 മുതൽ 5 വയസ്സ് വരെയാണ് ആകുന്നത്. അടുത്ത സാൻമാർഗിക വികസന ഘട്ട സിദ്ധാന്തത്തെ കുറിച്ച് നോക്കുമ്പോൾ അവിടെ 2ാമത്തെ സ്റ്റേജിലേക്കാണ് നമ്മൾ ഇനി പോകേണ്ടത്. 5 മുതൽ 8 വയസ്സ് വരെ വരുന്ന ഹെട്രോണമി അതോറിറ്റി എന്ന് പറയുന്ന സ്റ്റേജ് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ ഘട്ടത്തിൽ കുട്ടികളുടെ വ്യവഹാരങ്ങളെ, കുട്ടികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് പ്രതികാരം, ശിക്ഷ എന്നിവയാണ് നിയന്ത്രണ ഘടകങ്ങളായിട്ട് പറയുന്നത്. അപ്പൊ കുട്ടികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് പ്രതികാരം, ശിക്ഷ എന്നിവ വരുന്നത് അതിലൂടെ കുട്ടികളിൽ സാൻമാർഗിക ബോധം വളർത്തിയെടുക്കാൻ കഴിയും, മോറൽ പ്രിൻസിപ്പിൾ വളർത്തിയെടുക്കാൻ കഴിയും എന്നുള്ള രീതി ജീൻ പിയാഷെ അവലംബിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് എവിടെയാണ്? ഹെട്രോണമി അതോറിറ്റി എന്ന് പറയുന്ന 5 മുതൽ 8 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. ഈ സമയത്ത് കാണിക്കുന്ന വിനയം കൃത്രിമ പ്രത്യാഘാതത്തിലൂടെ കടന്നു വരുന്നു, അല്ലെ? അമ്മുമ്മയെ അപ്പൂപ്പനെ കാണുമ്പോൾ ആ വിനയം ഉണ്ടാകണം, റെസ്പെക്ട് ഉണ്ടാകണം എന്നൊക്കെ മോറൽ പ്രിൻസിപ്പിളിലൂടെ കുട്ടിയെ പഠിപ്പിച്ചെടുത്തതാണ്. അപ്പൊ അത് കുട്ടി കൃത്രിമമായിട്ട് കാണിക്കുന്നതാണ്. കാരണം നമ്മൾ പേടിപ്പിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് ഡിസിപ്ലിൻ ഓഫ് ആർട്ടിഫിഷ്യൽ കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ് ഹെട്രോണമി അതോറിറ്റിയുടെ ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. പ്രായപരിധി കൂടി നമ്മളൊന്ന് നോക്കുക. 5 മുതൽ 8 വയസ്സ് വരെയാണ് വരുന്നത്. ഈ കുട്ടികളുടെ വ്യവഹാരം, സ്വഭാവത്തെ പ്രതികാരം, ശിക്ഷ എന്നിവയാണ്
നിയന്ത്രിക്കുന്നത്. വിനയം എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ഒക്കെ കൃത്രിമമായിട്ട് കുട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഘട്ടം കൂടിയാണ് ഈ രണ്ടാമത്തെ ഘട്ടമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ ഘട്ടമാണ് 8 മുതൽ 13 വയസ്സ് വരെ വരുന്ന ഹെട്രോണമി റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. സാൻമാർഗിക വ്യവഹാരങ്ങൾ സാമൂഹിക അധിഷ്ഠിതമാകുന്ന കാലമെന്ന് നമ്മുടെ ജീൻ പിയാഷെ വിശേഷിപ്പിച്ചിരിക്കുന്നത് 8 മുതൽ 13 വയസ്സ് വരെ വരുന്ന ഹെട്രോണമി റെസിപ്രോസിറ്റി ആണ്. സാമൂഹിക ബന്ധങ്ങൾക്കും സഹകരണ അധിഷ്ഠിത മൂല്യങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കുന്ന കാലമാണ്. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം 8-13 വയസ്സാകുമ്പോൾ കുട്ടിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിങ്കിങ് കപ്പാസിറ്റി ഒക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഈ സാൻമാർഗിക വ്യവഹാരങ്ങൾക്ക് അല്ലെ സാൻമാർഗികമായിട്ടുള്ള ഒരു ബിഹേവിയറിസം, മോറൽ ബിഹേവിയർ, സാമൂഹിക അധിഷ്ഠിതം ഏത് സമൂഹത്തിലാണോ കുട്ടി വളരുന്നത് ആ സമൂഹത്തിന് അധിഷ്ഠിതമായിട്ടുള്ള സാൻമാർഗിക സ്വഭാവം കുട്ടി നേടിയെടുക്കുന്ന കാലത്തെയാണ് ഏതെന്ന് പറയുന്നത് ഹെട്രോണമി റെസിപ്രോസിറ്റി എന്ന് പറയുന്ന കാലം. ഇത് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്? 8 വയസ്സ് മുതൽ 13 വയസ്സ് വരെയാണ്. കാരണം USA-യിൽ വളർന്നു വരുന്ന കുട്ടിയുടെ സാൻമാർഗിക വ്യവഹാരം ഇന്ത്യയിൽ വളർന്നു വരുന്ന കുട്ടിയുടെ സാൻമാർഗിക വ്യവഹാരവും തമ്മിൽ അന്തരമായ വ്യത്യാസമുണ്ട്. കാരണം സാമൂഹ്യ അധിഷ്ഠിതമായിട്ടാണ് കുട്ടിയിൽ സാൻമാർഗികമായിട്ടുള്ള ബിഹേവിയറിസം രൂപം കൊള്ളുന്നത് അല്ലെ. ഹെട്രോണമി റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് 8 മുതൽ 13 വയസ്സ് വരെയാണ്. സാമൂഹിക ബന്ധങ്ങൾക്കും സഹകരണം, കോഓപ്പറേറ്റീവ് അല്ലെ കോഓപ്പറേഷൻ നമ്മൾ പറയുന്നുണ്ട്, കോഓപ്പറേറ്റീവ് ലേണിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. സഹകരണ അധിഷ്ഠിത മൂല്യങ്ങൾക്കും പ്രാധാന്യം കുട്ടി കൽപ്പിക്കുന്നതും ഏത് കാലഘട്ടത്തിലാണ്? 8 മുതൽ 13 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ പോയിന്റ് കൂടി ഒന്ന് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കൂടി നമുക്ക് ചെയ്യാം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പിയാഷെയുടെ ഏത് സാൻമാർഗിക വികസന ഘട്ടത്തിൽ പെടുന്നു? അനോമി, ഹെട്രോണമി അതോറിറ്റി, ഹെട്രോണമി റെസിപ്രോസിറ്റി, ആട്ടോണമി അഡോളസെന്റ്. ഓട്ടോണമി അഡോളസെന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഹെട്രോണമി റെസിപ്രോസിറ്റിയിലാണ് കുട്ടി വരുന്നത് അല്ലേ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രായം ഒന്ന് നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. 5ാം ക്ലാസ് 6 + 5 എത്ര വരും? 11-12 വയസ്സ് വരും. സാൻമാർഗിക വ്യവഹാരങ്ങൾ സാമൂഹ്യ അധിഷ്ഠിതമാകുന്ന കാലമാണ്. സാമൂഹിക ബന്ധങ്ങൾക്കും സഹകരണാധിഷ്ഠിത മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു. അവസാന ഘട്ടം എന്ന് പറയുന്നത് ഓട്ടോണമി അഡോളസെൻസ് 13 മുതൽ 16 വയസ്സ് വരെയാണ് എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ജീൻ പിയാഷെ 16 വയസ്സ് വരെ. നമുക്കറിയാം അഡോളസെന്റ് ഏജ് ആണ്. പേരിൽ തന്നെയുണ്ട് ഓട്ടോണമി അഡോളസെന്റ് എന്നുള്ള. ഓട്ടോണമി അവർ ആഗ്രഹിക്കുന്നുണ്ട്, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം കൗമാരക്കാരായ കുട്ടികളിൽ സ്വാതന്ത്ര്യം അവർ ആഗ്രഹിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, അവരുടെ സ്വഭാവത്തിൽ കാണുന്നുണ്ട്. പെട്ടെന്ന് പ്രതികരിക്കുന്നു പല കാര്യങ്ങൾ. അവരിൽ തന്നെ ഒരു നീതി ബോധം ഉടലെടുക്കുന്ന കാഴ്ചയാണ് അഡോളസെന്റ് ഏജിൽ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഓട്ടോണമി അഡോളസെൻസിന്റെ 2 സവിശേഷതകളായിട്ട് നമുക്ക് പറയാൻ കഴിയും. നീതി ബോധത്തിന്റെ ഘട്ടമാണ്. സ്വാതന്ത്ര്യം കുട്ടികളിൽ നമ്മൾ കാണുന്നു. സാമൂഹിക ബന്ധങ്ങൾ സാൻമാർഗിക അധിഷ്ഠിതമാകുന്ന ഒരു ഘട്ടം കൂടിയാണ് ഏതെന്ന് പറയുന്നത് സാൻമാർഗിക വികസന ഘട്ടം എന്ന് പറയുന്നതിൽ ഓട്ടോണമി അഡോളസെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. സാമൂഹിക ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം? മോറൽ പ്രിൻസിപ്പിൾ അധിഷ്ഠിതമാകുന്ന കാലഘട്ടമാകേണ്ട രീതിയാണ്. തെറ്റേത് ശരിയേത് നന്മ തിന്മകളൊക്കെ തന്നെ തിരിച്ച് വകതിരിച്ച് മാറ്റി അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുവാനും പൊരുത്തപ്പെടുവാനും ഒക്കെ തന്നെ കുട്ടി പഠിക്കുന്ന ഘട്ടമെന്നാണ് ജീൻ പിയാഷെ ഏതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഓട്ടോണമി അഡോളസെൻസ് എന്ന് പറയുന്ന 13 മുതൽ 16 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ 3 പോയിന്റ് കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി നമ്മൾ പഠിച്ച മനോവികാസത്തിൽ അല്ലെങ്കിൽ ജീൻ പിയാഷെയുടെ വൈജ്ഞാനിക വികാസ തിയറിയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ മനോവികാസത്തിൽ നിന്നും ഭാഷ ഉത്ഭവിക്കുന്നു, വൈജ്ഞാനിക വികാസത്തിൽ നിന്നും ഭാഷ ഉത്ഭവിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് എന്നൊരു ചോദ്യം നമ്മോട് പരീക്ഷയ്ക്ക് ചോദിക്കാം. ആരാണ് പറഞ്ഞത്? ജീൻ പിയാഷെയാണ് വൈജ്ഞാനിക വികാസത്തിൽ നിന്നും എന്ത് ഉത്ഭവിക്കുന്നു? ലാംഗ്വേജ്, ഭാഷ ഉത്ഭവിക്കുന്നു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഭാഷ ആർജിക്കുന്നതിന് മുന്നോടിയായി പ്രതീകാത്മകമായി ചിന്തിക്കാനുള്ള കഴിവ് കുട്ടി നേടേണ്ടതുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത്. ഒരു കുട്ടി ഭാഷ ലാംഗ്വേജ് ആർജിക്കുന്നതിന് മുമ്പായിട്ട്
പ്രതീകാത്മകമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ്. കുട്ടിക്ക് ടെലിവിഷൻ കാണുമ്പോൾ, ടി വി കാണുമ്പോൾ അത് ടി വി ആണ് എന്ന് ആദ്യം പറയാനുള്ള കഴിവില്ല. മൊബൈൽ ഫോൺ കാണുമ്പോൾ മൊബൈൽ ഫോൺ ആണ് എന്ന് അവൻ കാണുന്നില്ല. ആ ഒരു സംഭവം കാണുമ്പോൾ പ്രതീകാത്മകമായിട്ട് ചിന്തിക്കാനുള്ളതും അതിനെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാനുള്ള കഴിവ് അവൻ നേടിയെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ഇതാണ് ജീൻ പിയാഷെ പറഞ്ഞത്. ഭാഷ ആർജിക്കുന്നതിന് മുന്നോടിയായി പ്രതീകാത്മകമായി ചിന്തിക്കാനുള്ള കഴിവ് കുട്ടി നേടേണ്ടതുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജീൻ പിയാഷെയാണ് അഭിപ്രായപ്പെട്ടത്. അപ്പൊ ഭാഷയുമായി ബന്ധപ്പെട്ട് ജീൻ പിയാഷെ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ കൂടി നമ്മൾ നോട്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരൊറ്റ ചോദ്യം മാത്രമാണ് UPSC കഴിഞ്ഞ ദിവസത്തിൽ നടന്നതുമായി ബന്ധപ്പെടുത്തി നമ്മൾ നോക്കി മുന്നോട്ട് പോയത്. അപ്പം സമഗ്രമായിട്ട് സമ്പൂർണ്ണമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു പോസ്റ്റ്മോർട്ടം നടത്തി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇത്രമാത്രം സമയം എടുക്കുന്നത്. നമുക്ക് LPSCക്ക് എഴുതാൻ പോകുമ്പോൾ അല്ലെങ്കിൽ UPSC എഴുതിയിട്ട് LPSCക്ക് എഴുതാൻ പോകുമ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനുള്ള ഒരു സമയമാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഈ വീഡിയോയും നമ്മുടെ എഴുത്താണ് യൂട്യൂബ് ചാനലിന്റെ ലിങ്കും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒക്കെ തന്നെ ഷെയർ ചെയ്യുക. വരാൻ പോകുന്ന ദിവസം LDCയുടെ ക്ലാസ്സുമായിട്ടും എത്തുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.